ലാവ എന്ന ബ്രാൻഡിന്റെ ലാവ യുവ സ്റ്റാർ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 6500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ യുവ സ്റ്റാർ 2 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ യുവ സ്റ്റാർ 2 6.75 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷൻ്റെ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഇല്ലാത്തത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില ഫോണുകളിലൊക്കെ നമുക്ക് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ പഞ്ചോൾ ഡിസൈൻ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെക്നോ പോപ്പ് 9 കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇപ്പോൾ ഓപ്ഷനിൽ ടെക്നോ പോപ്പ് 9 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണാണെങ്കിൽ ഇപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ആവറേജ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്, പക്ഷേ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത്. പിന്നെ ഈ ഫോണിന്റെ റേഡിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ സ്പാർക്ലിംഗ് ഐവറി എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoCയുടെ ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കറക്റ്റ് ചെയ്ത് പ്രോസസ്സറാണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രോസസ്സർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്തത്. എന്നാലും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ യൂണി SoC SC9863A എന്ന പ്രോസസ്സറാണ് വരുന്നത് എന്നാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെക്നോ പോപ്പ് 9 4G മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G50 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലും ആണ് വരുന്നത്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ നേരത്തെ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതിലാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ സ്പീക്കർ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ബെറ്റർ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ട് വരുന്ന ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിന്റെ ലൈറ്റ് വെർഷനാണ് കൊടുക്കാറ്. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. രണ്ടാമത് ഒരു AI സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്. പിന്നെ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ എന്നും പറയാവുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 6499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. IP54 റേറ്റിംഗ് നല്ലതാണ് എന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് ജസ്റ്റ് ആവറേജ് മാത്രമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് 6000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ടെക്നോ പോപ്പ് 9 പോലുള്ള ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ മാത്രമാണ്. അത്ര മികച്ച ഫോൺ എന്ന് പറയാൻ പറ്റില്ല. ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന വേറെയും ഫോണുകൾ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.